മക്കൾസ് എജുഫുഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോക്കി ബാക്കിൽ കുറേ ഫുഡൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എനർജി വേണം. നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും എന്ത് വേണം? എനർജി വേണം. നന്നായിട്ട് പഠിക്കണമെങ്കിൽ, പാടണമെങ്കിൽ, കഥ പറയണമെങ്കിൽ, ഡാൻസ് ചെയ്യണമെങ്കിൽ, കളിക്കണമെങ്കിൽ എല്ലാറ്റിനും എന്ത് വേണം? എനർജി വേണം, ഊർജ്ജം വേണം അല്ലേ. ഊർജ്ജം വേണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ എൻ്റെ മക്കള് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് പഠിച്ച് നല്ല ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് മിസ് പ്രാർത്ഥിക്കാം. അപ്പോൾ നോക്കിയേ, നമുക്ക് എനർജീസിനെ കുറിച്ച്, ഊർജ്ജത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ധനങ്ങളെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കാം. ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് റിലീസ് ഹീറ്റ് വെൻ ബേൺഡ്. അതായത് കത്തുമ്പോൾ താപം പുറത്തു വരുന്ന, ബേൺ ചെയ്യുമ്പോൾ ഹീറ്റ് പുറത്തു വരുന്ന, താപം പുറത്തു വിടുന്ന ആളുകളെയാണ് എന്ത് പറയാ? ഇന്ധനങ്ങൾ എന്ന് പറയാ. ഏതൊക്കെയാണ് ഇന്ധനങ്ങൾ? ഇന്ധനങ്ങൾക്ക് ഉദാഹരണം പറയാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് പറയാൻ പറ്റില്ലേ? ഫയർവുഡ്. നോക്കിയേ, എന്തൊക്കെ ഇന്ധനങ്ങളുണ്ട് നമുക്ക്? യെസ്, ഫയർവുഡ്, കെറോസിൻ, LPG, പെട്രോള്, ഡീസല്, കോൾ, അതായത് വിറക്, മണ്ണെണ്ണ, LPG, പെട്രോള്, ഡീസല്, കൽക്കരി, ഇതൊക്കെ എന്താണ്? ഇവയൊക്കെ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലേ. ഓക്കെ, നോക്കിയേ, നമ്മുടെ വീട്ടിൽ നമ്മൾ പല കാര്യങ്ങൾക്കായി ഊർജം ഉപയോഗിക്കുന്നുണ്ട്. പാചകം ചെയ്യാൻ ലൈറ്റ്, ഫാന്, റെഫ്രിജറേറ്റർ, വെള്ളം ചൂടാക്കാൻ, ഇങ്ങനെ പല കാര്യങ്ങൾക്കായി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. കുക്കിങ്ങിനായാലും, ലൈറ്റിങ്ങിലായാലും, ഫാനായാലും, റെഫ്രിജറേറ്റർ ആയാലും, വാട്ടർ ഹീറ്റർ ആയാലും, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഇന്ധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കിയേ, ഫയർവുഡ് അല്ലെങ്കിൽ ചാർക്കോള്, സോഡസ്റ്റ്, കോള്, ഇതൊക്കെ എന്താണ്? ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതൊക്കെ സോളിഡ് ആയിട്ടുള്ള ഇന്ധനങ്ങളാണ് അല്ലെങ്കിൽ ഖര ഇന്ധനങ്ങളാണ് അല്ലേ. യെസ്, നോക്കിയേ, ഈ കത്താൻ വായു ആവശ്യമുണ്ടോ? വാട്ട് ഹെൽപ്സ് ഇൻ ബേണിംഗ്? കത്താൻ വായു ആവശ്യമുണ്ടോ? യെസ്, അദ്ദേഹം ഊതുമ്പോഴാണ് ഈ തീ എന്ത് ചെയ്യുന്നത്? ആളി കത്തുന്നത് അല്ലേ. അപ്പൊ എന്ത് വേണം? കത്താൻ ഓക്സിജൻ ആവശ്യമാണ് അല്ലെങ്കിൽ എയർ ആവശ്യമാണ്. കത്താൻ ഓക്സിജൻ ആവശ്യമാണ്, വായു ആവശ്യമാണ്, അല്ലെങ്കിൽ എന്താണ്? എയർ ആവശ്യമാണ് അല്ലേ. യെസ്, നമ്മുടെ ഊർജ്ജത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞു. ചരിത്രാതീത കാലത്തെ സസ്യങ്ങളുടെയും, അതായത് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജിയാണ്. ഫോസിൽ ഫ്യൂവൽസ് എന്താണ്? നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ്. ഫോംഡ് ഫ്രം ദ റിമൈൻസ് ഓഫ് എന്താ പറയുക, കുറേ കാലങ്ങളായിട്ടുള്ള പ്ലാന്റ്സും ആനിമൽസും ഒക്കെ മണ്ണിൻ്റെ അടിയിൽ ലെയേഴ്സ് ആയിട്ട് കിടന്നിട്ട് അവ കുറേ കാലം, ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഈ മണ്ണിൻ്റെ അടിയിൽ കിടന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാവുന്നത്. അത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണോ? അത് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഊർജ്ജ സ്രോതസ്സാണ്. അപ്പൊ ഏതൊക്കെയാണ് ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങൾ പറഞ്ഞാൽ ഏതൊക്കെയാണ് ഫോസിൽ ഫ്യൂവൽസ്? യെസ്, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയില്, കോള്, കൽക്കരി, ക്രൂഡ് ഓയില്, പ്രകൃതിവാതകം, ഇതൊക്കെ എന്താണ്? ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ പെട്രോള്, ഡീസല് തുടങ്ങിയ ഇന്ധനങ്ങളുടെ ഉറവിടം എവിടെയാണെന്ന് അറിയോ? യെസ്, ഈ പെട്രോള്, ഡീസല് ഇന്ധനങ്ങളുടെ ഉറവിടം എവിടെയാണ്? എല്ലാ ഇന്ധനങ്ങളുടെയും ഉറവിടം ഈ ഒരു ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം ആണ്. ഈ ക്രൂഡ് ഓയിൽ നിന്നും വേർതിരിച്ചിട്ടാണ് എന്ത് ഉണ്ടാക്കുന്നത്? ഈ ഒരു പെട്രോൾ ആയാലും, ഡീസൽ ആയാലും, കെറോസിൻ ആയാലും, LPG ആയാലും ഈ ഒരു ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഈ ഇന്ധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഫ്യൂവൽസിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാൻ പറ്റും? യെസ്, ഈ ഒരു ചാർക്കോൾ ആയാലും, സോഡസ്റ്റ് ആയാലും, കോൾ, ഫയർവുഡ്, ഇതൊക്കെ എന്താണ്? ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലെങ്കിൽ സോളിഡ് ഫ്യൂവൽസ് ആണ്. അതേപോലെ ലിക്വിഡ് ആയിട്ടുള്ള ഫ്യൂവൽസ് ഏതാണ്? ലിക്വിഡ് ഫ്യൂവൽസിന് ഉദാഹരണം എന്താണ്? പെട്രോള്, ഡീസല്, കെറോസിൻ, മണ്ണെണ്ണ, ഇതൊക്കെ എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള വാട്ടറി കൺസിസ്റ്റൻസിലായിട്ടുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അതേപോലെ ഗ്യാസ് ആയിട്ടുള്ള ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? ഗ്യാസ് ആയിട്ടുള്ള ഇന്ധനങ്ങൾ LPG, ഇതൊക്കെ എന്താണ്? LPG ഒക്കെ നമ്മുടെ ഗ്യാസ്ട്രസ് ആയിട്ടുള്ള ഫ്യൂവൽസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്? നോക്കാതെ പോരുത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക. നമ്മുടെ എക്സാമിന് ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയം എൻ്റെ മക്കളെ പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഫോണൊക്കെ കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് എൻ്റെ സുന്ദരന്മാരും നന്നായിട്ട് എക്സാം എഴുതി പാസ്സായിട്ട് അടിപൊളിയായിട്ട് വരിക. ഓക്കെ, ബൈ.